അപ്പോൾ ഇന്ന് നമ്മുടെ ലൈഫ് ചേഞ്ചിങ് ഹാബിറ്റ്സിന്റെ 4th ഡേ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യണേ? ഈ ഒരു 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ. അത് കാണുമ്പോൾ എനിക്കൊരു ഹാപ്പിനെസ് ആണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എങ്ങനെയാ തുടങ്ങിയാലോ? ഞാൻ ഇന്നൊരു കാര്യം പറഞ്ഞുതരാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്ന സമയത്ത് ഒന്നും കൂടി എഫക്റ്റീവായിട്ട് വേഗം റിസൾട്ട് കിട്ടാൻ ഒരു എളുപ്പപ്പണിയും കൂടി ഉണ്ട്. അത് ചുരുക്കം ചിലർക്ക് മാത്രമേ നടക്കുള്ളൂ. എന്ന് വെച്ചാൽ സെൽഫ് ലവ് ഉള്ളവർക്ക് പെട്ടെന്ന് വർക്കാവുന്ന കാര്യമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങും അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷനും. കാരണം എന്താ അറിയോ, നമ്മൾ സെൽഫ് ലവ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ച് അറിഞ്ഞ് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ കൂടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലും കൂടി ഉണ്ടാവുമ്പോൾ ഒന്നും കൂടി എഫക്റ്റീവ് ആവില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. സെൽഫ് ലവ് ഉള്ളവർക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഈ മാനിഫെസ്റ്റേഷനും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങും ഒക്കെ. ഫസ്റ്റ് സെൽഫ് ലവ് എന്താണെന്നും സെൽഫ് ലവിനെ കുറിച്ച് അറിയാത്തവരും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് കമന്റ് ചെയ്യണം. ഞാനപ്പോൾ കാര്യങ്ങൾ പറഞ്ഞുതരാം. ആക്ച്വലി സെൽഫ് ലവ് ഉണ്ടായാൽ തന്നെ നമ്മളുടെ പ്രശ്നങ്ങൾ പലതും കുറേയൊക്കെ നല്ല രീതിക്ക് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. കാരണം നമ്മളുടെ ലൈഫിന്റെ ക്രിയേറ്ററും നമ്മളെ ലൈഫ് ലീഡ് ചെയ്യുന്നതും നമ്മൾ തന്നെയാണ് എന്നുള്ള ഒരു ബോധം നമുക്ക് അപ്പം ഉണ്ടായിരിക്കും. ബട്ട് വേറൊരു കാര്യം കൂടിയുണ്ട്, ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് സെൽഫ് ലവ് ഇല്ലാത്തവർക്കും ഹെൽപ്ഫുൾ ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലെങ്കിലും ഒട്ടും സെൽഫ് ലവ് ഇല്ലെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബാക്കി നമുക്ക് നാളെ പറയാം. അതുവരെ ഗുഡ് നൈറ്റ്.